ലോകത്ത് ഏറ്റവുമധികം അസംസ്കൃത എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ 3-ാം സ്ഥാനം റഷ്യയ്ക്കാണ്. ദിവസം 10 ദശലക്ഷം വീപ്പയ്ക്കെടുത്ത എണ്ണയാണ് റഷ്യ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതെല്ലാം ആയിരുന്നിട്ടും അസംസ്കൃത എണ്ണ സംസ്കരിച്ചുള്ള പെട്രോളിനായി മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലെത്തേണ്ട സ്ഥിതിയാണ് ഇപ്പോൾ റഷ്യയ്ക്കുള്ളത്. 4 വർഷമായി തുടരുന്ന യുക്രൈൻ യുദ്ധമാണ് രാജ്യത്തെ ഇത്തരമൊരു നിർണായക സ്ഥാനത്തും അവസ്ഥയിലും എത്തിച്ചിരിക്കുന്നത്. ഇപ്പോഴിതാ ഇന്ത്യയിൽ നിന്ന് പെട്രോളുമായുള്ള ആദ്യ കപ്പൽ ഓഗസ്റ്റ് 5-ന് റഷ്യയിലെത്തിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. കടലിലെ ചരക്കു നീക്കം നിരീക്ഷിക്കുന്ന കെപ്ലറാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. നയാര എനർജിയുടെ വാഡിനാറിലുള്ള സംസ്കരണശാലയിൽ നിന്നും 42,000 ടൺ പെട്രോളാണ് റഷ്യയിലെത്തിയതെന്നും കെപ്ലർ പറയുന്നു. ജൂൺ 18-നാണ് ഇത് ഇന്ത്യയിൽ നിന്ന് തിരിച്ചത്. റിഫൈനറികളിൽ ചിലതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ പെട്രോളിന് ക്ഷാമമുണ്ട്. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള നയാര എനർജിയാണ് ഇന്ത്യയിൽ പെട്രോളിനായി റഷ്യയ്ക്ക് ആശ്രയമാകുന്നത്. ആദ്യമായാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിസന്ധി കനക്കുന്നതിന് റഷ്യയിൽ 55 പ്രവിശ്യകളിലെങ്കിലും പെട്രോളും ഡീസലും ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് റേഷൻ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. അതായത് നിശ്ചിത അളവിൽ കൂടുതൽ ഇന്ധനം ആർക്കും നൽകില്ല. വിലയാകട്ടെ കൂടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധന കയറ്റുമതിക്ക് പുടിൻ ഭരണകൂടം വിലക്കും ഏർപ്പെടുത്തി. റിഫൈനറികളിൽ ചിലതിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടതോടെ റഷ്യയുടെ ആഭ്യന്തര വിപണിയിൽ പെട്രോളിന് ക്ഷാമമാണ്. റഷ്യൻ എണ്ണ കമ്പനിയായ റോസ്നെഫ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള നയാര എനർജിയാണ് ഇന്ത്യയിൽ പെട്രോളിനായി റഷ്യയ്ക്ക് ആശ്രയമാകുന്നത്. ആദ്യമായാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് പെട്രോൾ ഇറക്കുമതി ചെയ്യുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. പ്രതിസന്ധി കനത്തതിനിടെ റഷ്യയിൽ 55 പ്രവിശ്യകളിലെങ്കിലും പെട്രോളും ഡീസലും ഇപ്പോൾ ഉപഭോക്താക്കൾക്ക് റേഷൻ അടിസ്ഥാനത്തിലാണ് വിതരണം ചെയ്യുന്നത്. അതായത് നിശ്ചിത അളവിൽ കൂടുതൽ ഇന്ധനം ആർക്കും നൽകില്ല. വിലയാകട്ടെ കൂടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. റഷ്യയിൽ നിന്നുള്ള പെട്രോൾ, ഡീസൽ, വിമാന ഇന്ധന കയറ്റുമതിക്ക് പുടിൻ ഭരണകൂടം വിലക്കേർപ്പെടുത്തിയിട്ടുമുണ്ട്. എണ്ണ കമ്പനികളോട് താഴ്ന്ന ഗ്രേഡ് ഇന്ധനം ഉൽപ്പാദിപ്പിച്ച് പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഇറക്കുമതിയുടെ 50.83% റഷ്യയിൽ നിന്നായിരുന്നു. പ്രതിദിനം ഏകദേശം 2.47 ദശലക്ഷം ബാരൽ റഷ്യൻ ക്രൂഡാണ് ഇന്ത്യ ഇറക്കുമതി ചെയ്തത്. കഴിഞ്ഞ വർഷം ജൂലൈയെ അപേക്ഷിച്ച് റഷ്യൻ എണ്ണയുടെ വരവ് 62.4% ഉയർന്നു. മിഡിൽ ഈസ്റ്റിലെ എണ്ണ വിതരണത്തെ ബാധിച്ച യുദ്ധ സാഹചര്യമാണ് റഷ്യൻ ക്രൂഡിലേക്കുള്ള ഇന്ത്യയുടെ ആശ്രയം വർദ്ധിപ്പിച്ചത്. ഇന്ത്യയുടെ ക്രൂഡ് ആവശ്യത്തിന്റെ 90%-ലേറെയും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റുന്നത്. എന്നാൽ ഇതിനിടെയാണ് റഷ്യയിൽ ഇന്ധന പ്രതിസന്ധി രൂക്ഷമാകുന്നത്. യുക്രൈൻ നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ റഷ്യയിലെ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് തുടർച്ചയായ കേടുപാടുകൾ സംഭവിച്ചതോടെ ആഭ്യന്തര പെട്രോൾ ലഭ്യത കുറഞ്ഞു. ഇതോടെ റഷ്യ പരമ്പരാഗതമായി റിഫൈൻഡ് എണ്ണ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണെങ്കിലും പെട്രോൾ ഇറക്കുമതി ചെയ്യേണ്ട സാഹചര്യത്തിലുമെത്തി. ആദ്യമായാണ് റഷ്യ ഇന്ത്യയിൽ നിന്ന് ഗാസോലിൻ ഇറക്കുമതി ചെയ്യുന്നത്. ആഗസ്റ്റ് 5-ന് ആദ്യ ഇന്ത്യൻ ഗാസോലിൻ കാർഗോ റഷ്യയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതും. കൂടുതൽ കയറ്റുമതികളും പിന്നാലെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അതായത് റഷ്യ ഇന്ത്യക്ക് എണ്ണ നൽകുന്നു, ഇന്ത്യ റഷ്യയ്ക്ക് ഇന്ധനം നൽകുന്നു. ലോകത്തെ പ്രധാന എണ്ണ ഇറക്കുമതിക്കാരനായ ഇന്ത്യ ഇപ്പോൾ ശുദ്ധീകരിച്ച ഇന്ധന കയറ്റുമതിയിലും നിർണായക ശക്തിയായി മാറുന്നുവെന്നതിന്റെ തെളിവാണ് റഷ്യയിലേക്കുള്ള ഈ പെട്രോൾ കയറ്റുമതി യാത്ര. ഇതിനിടെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അമേരിക്ക 100% വരെ അധിക താരിഫ് ചുമത്താനുള്ള നീക്കവും ഇന്ത്യയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളിയായി മാറിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.